ഗുരുഭ്യോ നമ ഗംഗണപതയേ നമ സംസരസ്വത്യൈ നമ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൻ്റെ വിവരണങ്ങളാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. യൊന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാം അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ യുധിഷ്ഠിരൻ ഹസ്തിനപുരം രാജ്യം ആളുകൊണ്ടിരിക്കുന്ന അതായിട്ടുള്ള ആ യുദ്ധമൊക്കെ തീർന്നതിന് ശേഷം യുധിഷ്ഠിരൻ്റെ രാജ്യഭാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വമേധയാഗങ്ങളൊക്കെ അദ്ദേഹം നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഗംഭീരമായിട്ട് നടത്തുന്നുണ്ടായി. അതിനൊന്നും പ്രജകൾ നൽകിയിട്ടുള്ള കപ്പം അല്ലെങ്കിൽ നികുതി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിലെ ധനം ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മരുത്തുക്കൾ എവിടെയോ നടത്തിയിരുന്ന രാജ്യത്തിൽ യാഗത്തിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ സ്വർണ്ണങ്ങളും രത്നങ്ങളൊക്കെ അനുജന്മാർ പോയിട്ട് കൊണ്ടുവന്ന് അതുകൊണ്ടാണ് രാജ്യത്തിൽ കിട്ടിയ സമ്പാദ്യം കൊണ്ട് പുറത്തു നിന്ന് കിട്ടിയ സമ്പാദ്യം കൊണ്ടാണ് അതൊക്കെ ചെയ്തത്. എന്ന് വെച്ചാൽ താൻ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ കഴുകിക്കളയണമെന്ന ഉദ്ദേശത്തിലാണ് യശ്വമേധയാഗമൊക്കെ നടത്തിയത്. അതിനൊന്നും പ്രജകൾ നൽകിയിട്ട് നികുതി ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പാടില്ല. കാരണം പ്രജകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഉപയോഗിക്കാൻ പാടും ഒരു രാജാവ്. എന്നാൽ അദ്ദേഹത്തിന് നല്ലോണം അറിയാമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ വിതുരർ വന്ന് ചില സംഗതികളൊക്കെ പറഞ്ഞു. കാലം അതിക്രമിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. എന്താ സംഭവിക്കാൻ പോണെന്ന് ശല്യ സംഭവിക്കേണ്ടതൊക്കെ കുറേ സംഭവിച്ചുകൊണ്ടിരിക്കണം. യുധിഷ്ഠിര, നിങ്ങൾക്കും ഇനിയിപ്പോൾ അധിക കാലമൊന്നും ഇവിടെ ഇല്ല. ഭൂമിയിൽ അനിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കാലം നമുക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി വേണ്ടത് എന്താണെന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടമൊക്കെയായി. ഒരു വാനപ്രസ്ഥത്തിന് ഇറങ്ങേണ്ട കാലഘട്ടമൊക്കെയായി. ഇനിയും രാജ്യഭരണത്തിൽ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുക എന്നുള്ളത് അല്ല, ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വേണ്ടതായിരുന്നു. ദുഷ്ടരാജന്മാക്കന്മാരെ ഇല്ലാതെയാക്കിയിട്ട് അങ്ങേപോലുള്ള രാജധർമ്മനിഷ്ഠരായിട്ടുള്ള രാജാക്കന്മാർ ഭൂമി ഭരിക്കേണ്ടതൊക്കെ ആവശ്യമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഭഗവാൻ പോയി എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. കാലം നമുക്കൊന്നും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക പറഞ്ഞിട്ട് പോയതാണ്. ഏതായാലും അത് കേട്ടപ്പോൾ തന്നെ യുധിഷ്ഠിരന് സംശയമായി. എന്തേ ഇപ്പോൾ നാരദര് ദേവർഷി അങ്ങനെ ഒന്നും പറയണം. അല്ലെങ്കിൽ തന്നെ ചില പ്രശ്നങ്ങൾ നാട്ടിൽ അരിഷ്ടങ്ങൾ കുറേ ഇങ്ങനെ കേൾക്കുകയാണ്. പല അരിഷ്ടങ്ങൾ. എന്താ ഈ അരിഷ്ടങ്ങൾ? ദിവസം ഈ പത്രം തുറന്നാൽ കാണലില്ലേ? അവിടെ അകാലാചരണം പ്രാപിച്ചു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, ചിലവർ കൊലപാതകങ്ങൾ നടത്തി, ചിലവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു, കൊള്ളയടിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്നും ഓരോ അപകടങ്ങളും കാര്യങ്ങളും. ജനങ്ങളൊക്കെ അരക്ഷിതരാണ്. യാതൊരു സമാധാനവും ഇല്ല. അപ്പം താൻ ഭരിച്ചിരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെയൊക്കെ അധർമ്മ പ്രവർത്തികൾ ധാരാളം നടക്കുക കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി. ഭഗവാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് എപ്പോൾ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ഭഗവാൻ വരാറുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ ഭഗവാന്റെ പേരും ഇല്ല. കാരണം ദ്വാരകയിലേക്ക് പോയത് അശ്വമേധയാഗമൊക്കെ കഴിഞ്ഞിട്ടേ. അപ്പോൾ 6 മാസം മുമ്പേ അല്ലെങ്കിൽ 7 മാസം മുമ്പേ അനുജനും പോയി കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ തൻ്റെ സ്വന്തം ആളുമാണ്, സുഹൃത്താണ്. മാത്രമല്ല സുഭദ്രയുടെ ആങ്ങളിയാണ്. അങ്ങനെയൊക്കെ എല്ലാ ബന്ധങ്ങളും ഉണ്ട്. അച്ഛൻ അമ്മയുടെ സഹോദരൻ്റെ മകനാണ്. ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. സാക്ഷാൽ ഭഗവാനാണ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് യുധിഷ്ഠിരൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്താ വരാത്തത്? ഭഗവാന്റെ വിവരങ്ങൾ അറിയണില്ലല്ലോ. ഇന്നത്തെ പോലെ മൊബൈൽ വിളിച്ച് ചോദിക്കാനോ ഫോൺ വിളിച്ച് ചോദിക്കാനൊന്നും അങ്ങനെയുള്ള വ്യവസ്ഥകളൊന്നുമില്ല. കുറേ ദൂരത്താണ്. അപ്പോൾ ഇതൊക്കെ ആനർത്ഥം എന്ന് പറയുന്ന ആ സ്ഥലം, ഹസ്തിനപുരം എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ കുരുക്ഷേത്രത്തിൽ ഇതൊക്കെ നടന്നു. എന്താ ഇപ്പം ചെയ്യുക? 7 മാസമായി അനുജൻ പോയിട്ട് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം മര്യാദാൽ പറയായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നാട്ടിലിങ്ങനെ പലതരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ കാണുന്ന ശ്രമിച്ച് പശുൽപാദാൻ നരവ്യാഗ്ര ദിവ്യാൻ ബഹുമാൻ സദൈഹികാൻ ആത്മീയ ദുഃഖങ്ങൾ, ആദിഭൗതികം ആദിദൈവികം ആധ്യാത്മികം എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള ദുഃഖങ്ങൾ അത്ര ജനങ്ങൾക്ക്. ഇതൊക്കെ ധാരാളം ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കണോ. ഭീമ അനുജനെ വിളിക്കുക. ഭീമസേന, ഈ ബലിഷ്ഠനായിട്ടുള്ള എൻ്റെ സ്വന്തം അനുജനാണ്. നോക്കൂ, ഇങ്ങനെ നീയൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്ത് പലതരത്തിലുള്ള അനിഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല എനിക്കെന്തോ അനിമിത്തങ്ങൾ, ദുശകുലങ്ങൾ, ഇങ്ങനെ രാത്രി ഉറക്കമൊന്നും വരുന്നില്ല.
ഇടത്തെ കണ്ണിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ പോലെ തുടിച്ചുകൊണ്ടിരിക്കണ പോലെ തോന്നുന്നു. ഇടത്തെ കൈയും ഇങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ എന്തോ ഒരു ചീത്തകാലം വരാൻ എന്തോ ഒരു വിഷമം വരാൻ പോകുന്നുണ്ട്. ദുർനിമിത്തത്തിൻ്റെ ലക്ഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ വിപ്രയം വരാൻ പോകുന്നുണ്ട്. ഏതായാലും രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എന്നെ ഇടത്തോട്ട് വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കുക, ഇടത്തോട്ട് പ്രദക്ഷിണം വയ്ക്കുന്നു പശുക്കളൊക്കെ. അങ്ങനെ ഒരു അതും കാണുന്നുണ്ടായി. കാലം കോഴി ഇങ്ങനെ വെറുതെ കൂടിക്കൊണ്ടിരിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് ധാരാളം. എന്താ ഇപ്പം നടക്കണതെന്ന് നിശ്ചയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ ഇപ്പോൾ വലിയ വലിയ കൊടുങ്കാറ്റ് അടിക്കണ പോലെ തോന്നണു. എന്നും ഒരു തെളിഞ്ഞ ആകാശം കാണാനുമില്ല. സൂര്യൻ ഹതപ്രഭം എന്നാണ് പറയുന്നത്. ഹതപ്രഭം എന്ന് പറഞ്ഞാൽ പ്രഭ ഇല്ലാതെ ഒരു അല ചൂടിങ്ങനെ കൂടി നിൽക്കുക, മൂടലായിട്ട് നിൽക്കുക. കണ്ടിട്ടില്ലേ ചില ദിവസങ്ങളൊക്കെ പുഴകളൊക്കെ ചിലപ്പോൾ കര കവിഞ്ഞൊഴുകും, ചിലപ്പോൾ വറ്റിയിട്ട് ആരൊക്കെ വെള്ളമൊന്നും കിട്ടാതെ. അങ്ങനെ പശുക്കളൊക്കെ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പാലില്ലാതെ, അകിട്ടിൽ പാല് ചുരത്താതെ അങ്ങനെ നടക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖങ്ങളും കാണാനുണ്ട്. ഒക്കെ ഐശ്വര്യം നഷ്ടപ്പെട്ട പോലെ തോന്നുകയാണ് എനിക്ക്. എന്താ ഇപ്പം ചെയ്യണില്ല. 7 മാസമായി അനുജൻ പോയിട്ട്. അവൻ വന്നു കഴിഞ്ഞാൽ കുറേ വിവരങ്ങൾ അറിയായിരുന്നു എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് അതാ വരുന്നു ഒരു വടിയൊക്കെ കുത്തിയിട്ട്. ദൂരത്ത് നോക്കിയപ്പോൾ താടിയൊക്കെ വളർത്തി ഒരു ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട ഒരാളിങ്ങനെ വളരെ വിഷമിച്ചിട്ട് ഒരു വടി കുത്തി വരുന്ന പോലെ തോന്നി. പക്ഷെ അടുത്തെത്തിയപ്പോൾ വടിയല്ല, അതൊരു വില്ലാന്ന് മനസ്സിലായി. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ അത് ഗാന്ധീവ വില്ലാണ്. വലിയ ഗംഭീരമായിട്ടുള്ള അർജുനൻ എപ്പോഴും കൊണ്ടു നടക്കുന്ന വില്ല്. അപ്പോൾ ഇദ്ദേഹം ആരാ? മുഖത്ത് നോക്കിയപ്പോൾ ആ മുഖത്ത് അർജുനൻ തന്നെയാണെന്ന് മനസ്സിലായി. പക്ഷേ പ്രഭയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അർജുനൻ്റെ തേജസ്സൊക്കെ കൃഷ്ണൻ്റെ കൂടെ നിൽക്കുമ്പോൾ ആ തേജസ് ഉണ്ടല്ലോ, അതൊക്കെ പോയിരിക്കണം. ഇപ്പം എന്തോ ഒരു വിഷമിച്ച വിളറിയ മ്ലാന മുഖനായിട്ട് ആകെ കണ്ണുനീരൊക്കെ ഒലിപ്പിച്ച് തലമുടിക്ക് ജട പിടിച്ചു സംശയം ആകെ വിഷമിച്ച് വരണ പോലെ സങ്കടമായിട്ട് വളരെ വിഷമിച്ച് വില്ല് കയ്യിൽ പിടിക്കാൻ ശക്തിയില്ലാതെ വരുന്നു. തൻ്റെ കാൽക്കൽ അങ്ങനെ വീണു. ഏട്ടൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അല്ല അനുജ, എന്താണ് ഞാനീ കാണുന്നത്? എന്നെ കാണുമ്പോൾ ഏറ്റവും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരൻ നീയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും വിഷമം എന്നെ കണ്ടാൽ വലിയ വിഷമം തോന്നുന്നുണ്ടല്ലോ. നീ എന്തെങ്കിലും അരുതാത്ത് പ്രവർത്തിച്ചോ? ആർക്കെങ്കിലും വിഷമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടായോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ വഴിയിൽ വെച്ച് നിന്നെ ആരെങ്കിലും ആക്രമിച്ചോ? നിനക്ക് ആരെങ്കിലും രക്ഷിക്കാൻ പറ്റാണ്ടോ വന്നു? എന്തെങ്കിലും മഹാത്മാക്കളെ നീ കുറ്റപ്പെടുത്തുണ്ടായോ? ബ്രാഹ്മണർക്കോ കുട്ടികൾക്കോ ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും? അല്ല, അങ്ങനെയൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ വരില്ലേ? അധർമ്മം വല്ലതും പ്രവർത്തിച്ചോ അർജുന എന്ന് ചോദിച്ചു എന്നാ. അപ്പം അർജുനൻ പറഞ്ഞു, അധർമ്മമൊന്നുമല്ല ചേട്ടാ. എങ്ങനെയാ അപ്പോൾ അതൊക്കെ പറയുക? നിശ്ചല്യ, ഞാനിപ്പോൾ ഒന്ന് ചോദിച്ചല്ലോ, യാദവകുലമൊക്കെ സുഖമായിട്ടിരിക്കണല്ലോ, കൃഷ്ണൻ്റെ മക്കളൊക്കെ നന്നായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഉണ്ടോ? കൃഷ്ണൻ ബലരാമനോട് കൂടിയിട്ട് അവിടെ ദ്വാരകയിൽ ഭാര്യമാരോടൊത്ത് സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായില്ലോ എന്നോട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാവണം. എന്തപ്പോൾ എങ്ങനെയപ്പോൾ ഞാനതൊക്കെ മറുപടി പറയുക എന്നൊക്കെ പറഞ്ഞ് 15-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. 15-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് മുഴുവനും അങ്ങോട്ട് സംസാരിക്കാൻ വയ്യ, എന്നാലും പറയുകയാണ്, നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടവരായിപ്പോയി. വഞ്ചിതോഹം മഹാരാജ, ഭഗവാൻ നമ്മളെ വഞ്ചിച്ചു എന്നാണ്. ഇത്ര കാലമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ലോകം വിട്ടു പോണ വിവരം നമ്മളൊന്നും അറിഞ്ഞില്ല. ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടിട്ട് സ്വധാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് പറയാൻ ആരാണത്? ആരുമില്ല. ഇതുവരെ നമുക്ക് തേജസ്സായിട്ട്, നമ്മുടെ വീര്യമായിട്ട്, നമ്മുടെ പ്രഭാവമായിട്ട്, എല്ലാറ്റിനും ശക്തിയായിട്ട് ആ ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് കാരുണ്യപൂർവ്വം നമ്മളെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നതാണ്. ആ പാഞ്ചാലി പുടവ ഹീനയായിട്ട്, അല്ല കേവലം ഒറ്റപ്പുടവയിൽ നിൽക്കുന്ന സമയത്ത് പുടവയായിട്ട് ഭഗവാൻ അവതരിച്ചു എന്നുള്ളതാണ്. പുടവ രൂപത്തിൽ. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ നമ്മളെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം ചെയ്തു ഇല്ലേ? കാട്ടിൽ ദുർവാസാവിൻ്റെ ശാപത്വം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ അവരുടെ വിശപ്പ് മാറ്റി. ആ രാഷ്ട്രന്മാരുടെ കൈകൾ കൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള വഴികളുണ്ടാക്കി. അരക്കില്ലത്തിലിട്ട് ചുട്ടാ വരാമത് എതിരെ കൊണ്ട് നമ്മളെ രക്ഷിപ്പിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ആ യുദ്ധത്തിൽ നമ്മളൊക്കെ നിസ്സാരന്മാരാണ്. ആ ഭീഷ്മപിതാമഹനും ആ ദ്രോണാചാര്യരും നമ്മുടെ ഗുരുനാഥന്മാരൊക്കെയാണ്. അവരുടെ മുമ്പിലൊക്കെ നമ്മൾ ശിശുക്കളാണ്. എന്നിട്ട് പോലും നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷ്ണൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ്. ഭഗവാൻ
ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളതൊക്കെ ജയിച്ചത്. ഇപ്പം എനിക്ക് നന്നായി ബോധ്യമുണ്ട്. ഞാൻ ആ ബ്രാഹ്മണനെ കുട്ടികളെയൊക്കെ കൊണ്ടുകൊടുക്കാൻ എനിക്ക് ശക്തിയില്ലാണ്ട് ഞാൻ അർജുനനാണ്, അണ്ഡീവധാരിയാന്നൊക്കെ ഞാൻ പറഞ്ഞ് വീമ്പളൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴും കൃഷ്ണൻ എന്നെ സഹായിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ആ ഗാംഭീര്യം പ്രകടിപ്പിക്കാൻ സാധിച്ചു. എൻ്റെ ഗാംഭീര്യം അല്ലെങ്കിൽ എൻ്റെ പേര് നിലനിർന്നൊക്കെ ഭഗവാനുള്ളത് കൊണ്ടാണ്. ആ ഭഗവാൻ നമ്മളേക്ക് വിട്ടുപോയി. ഇനി ഭഗവാന്റെ വംശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യാദവ് കുലു ഇപ്പം ഇല്ല. അവർ സ്വയം മതിമറന്ന് എന്താ അറിയില്ല, ഭഗവാൻ വിട്ടുപോയപ്പോൾ അവർ സ്വയം തല്ലി തമ്മിൽ ഈ ഈ കള്ള് കുടിച്ചിട്ട് എന്താ മദ്യത്തിനടിമയായിട്ട് അവരൊക്കെ സ്വയം ഇല്ലാതെ യാദവകുലം മുഴുവനും മുച്ചൂട് നശിച്ചു. കുറേ സ്ത്രീകൾ മാത്രം ബാക്കിയായി. അവരെ രക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചു ഭഗവാൻ ആ നേരാളിയെ കൊണ്ട്. എന്നിട്ട് എനിക്ക് സാധിച്ചു പറ്റിയില്ല. വഴിയിൽ വെച്ച് അവരെ പോലും ആക്രമിക്കാൻ ഒരു കൂട്ടം കള്ളന്മാർ വന്നു. അവരുടെ കയ്യിൽ നിന്ന് ആ സ്ത്രീകളെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല ചേട്ടാ. ഇങ്ങനെ ഏതൊരു കാര്യത്തിനും ഞാൻ ഗംഭീരനാണ്, എനിക്ക് സാധിക്കും എന്നൊക്കെ കരുതിയിരുന്നു. ഒന്നും എനിക്ക് സാധിക്കാണ്ടായി. അപ്പം എനിക്ക് ബോധ്യമായി ഭഗവാൻ ഇല്ലാച്ചാൽ ഒന്നും നടക്കില്ല. ഇപ്പം ഞാൻ എങ്ങനെയാ അങ്ങയോടൊക്കെ പറയുക, എങ്ങനെയോ ഞാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തി. ഇതൊക്കെ കേട്ടപ്പോൾ യുധിഷ്ഠിരന് വലിയ വിഷമായി. ഇപ്പം എന്താ ചെയ്യുക, നമ്മൾ ഒന്നും ചെയ്യാനില്ല, ഭഗവാന്റെ ആഗ്രഹപ്രാരജ്ഞ അടുത്ത് എന്താ പ്രവർത്തിക്കുക എന്നിങ്ങനെ ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനന് പണ്ട് ആ യുദ്ധക്കളത്തിൽ വെച്ച് എനിക്ക് വിഷമഘട്ടത്തിൽ അർജുന വിഷാദ യോഗം എന്നുള്ളൊരു യോഗം ഉണ്ടായിരുന്നു. ആ സമയത്ത് കൃഷ്ണൻ തന്നെ അർജുനൻ്റെ വിഷാദമൊക്കെ മാറ്റിക്കൊടുത്ത് ആ യുദ്ധത്തിൽ ആ നേതൃസ്ഥാനത്ത് നിന്ന് യുദ്ധം ജയിക്കാൻ പ്രാപ്തനാക്കി. അതിന് കാരണം എന്താണ്? ഭഗവാന്റെ ഉപദേശങ്ങളാണ്. അത് ഗീതോപദേശമാണ്. ആ ഗീതോപദേശം ഒരിക്കൽ കേട്ടാൽ മതി എന്നാണ്. അത് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ഉള്ളിൽ വരും. ഭഗവാൻ ധ്യാനത്തിൽ ആ ഗീതോപദേശം തൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല. ജ്യേഷ്ഠ, ഈ നമ്മളൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ പുത്രനായിട്ടുള്ള പരീക്ഷത്തിന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് വാനപ്രസ്ഥത്തിനായിട്ട് പുറപ്പെടാം, അതാ വേണ്ടത്. ശരി, എല്ലാവരും തയ്യാറായിക്കോളും. എല്ലാവരുടെ സാധനങ്ങളും അകിഞ്ചനന്മാരായിട്ട് സകല വസ്തുക്കളും ഭൂമിയിൽ നമ്മുടെ സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളിവിടെ വീക്ഷിക്കാൻ പോവുകയാണ്. ഇനി കുറേ ധാരങ്ങൾ കൊടുക്കുക. എല്ലാം കൊടുത്തതിന് ശേഷം ആ പൗത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് ആ മധുരയിൽ വജ്രൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെയും രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം എന്നാണ്. സ്വരാട് പൗത്രം വിനയിനം ആത്മാനസ്സു സമം ഗുണൈ തോയനീവ്യ പതിംഭൂമി അപ്യഷിഞ്ച ഗജാഹോയെ. ഹസിനപുരത്തിലെ രാജാവായിട്ട് ആ വിഷ്ണുരാധനെ തന്നെ വാഴിച്ചു. മധുരായാം തഥാ വജ്രം, മധുരപുരിയിലെ വജ്രം എന്നു പേരായിട്ടുള്ള ശൂരസേന രാജാവിനെ, അവരുടെ കുലത്തിൽപ്പെട്ട ഒരു പുത്രനെ അദ്ദേഹത്തെ രാജാവാക്കി വെച്ചു. എന്നിട്ടോ പ്രജാപത്യാം നിരൂപേഷ്ഠീം അഗ്നീൻ അഭിപതി ഈശ്വര, എല്ലാം സമർപ്പിച്ച് ആ എല്ലാ തങ്ങത്തിലുള്ള എല്ലാം അഗ്നിക്ക് കൊടുത്ത് യാഗങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ തന്നെ വിസൃജ്യ തത്ര സത് സർവം ദുകൂല വലയാധികം, പട്ടുവസ്ത്രങ്ങളും അടയാഭരണങ്ങളും രാജചിഹ്നങ്ങളായിട്ടുള്ള എല്ലാം അവിടെ അപേക്ഷിച്ചിട്ട് നിർമ്മമോ നിരഹങ്കാര, നിർമ്മമോ എൻ്റേത് എന്ന് പറയാനായിട്ട് ഒന്നുമില്ലാതെ ഇതെൻ്റേതാണ്, ഞാനൊരു വസ്ത്രം എടുത്തത് എൻ്റെ വസ്ത്രമാണ്, ഇതെൻ്റെ സാധനമാണ്, ഈ ശരീരം എൻ്റെയാണ്, അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാതെ നിരഹങ്കാര, ആ ഭാവം, അതെ ഞാൻ കൊടുത്തതാണ്, ആ ഭാവം ഉണ്ടല്ലോ ഒക്കെ ഞാൻ കണ്ടതുകൊണ്ടാണ് അത് നടന്നത്. ഇങ്ങനെയാണ് ഒരു ഭാവം, ഞാൻ 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 എന്നുള്ളൊരു ഭാവം, അത് അഹങ്കാരം എന്നാണ്. വാസ്തവത്തിൽ എല്ലാം ഭഗവാനാണ് കാരണക്കാരനായിട്ടിരിക്കുന്നത്. ആ അഹങ്കാരവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ ബന്ധത്തിൽ നിന്നും വേർപ്പെട്ടുകൊണ്ട് വാചം ജുഹാവ മനസ്സി, മനസ്സിലെ വാക്കുകളെ കടക്കിയിട്ട് പ്രാണനെ കടക്കിയിട്ട് എല്ലാ പഞ്ചഭൂതങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് മുനിമാരെയൊക്കെ അവരുടെയൊക്കെ സമ്മതം വാങ്ങിയിട്ട് എല്ലാ ബ്രഹ്മ സമർപ്പണമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മരപുരിയൊക്കെ എടുത്തുകൊണ്ട് ആഹാരമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നീരാഹാരവും ബദ്ധവാങ്മുക്തമൂർജ വാക്കുകളൊക്കെ അടക്കിയിട്ട് ജടാധാരിയായിട്ട് തലമുടിയൊന്നും പിന്നെ ശ്രദ്ധിച്ചതേ ഇല്ല എന്നർത്ഥം. മുക്തമൂർധജ, തലമുടി എന്താ ഉണ്ടാവണം അത് നോക്കണേ ഇല്ല എന്നർത്ഥം. അതിൻ്റെ ഭംഗി അങ്ങനെ
ജഡന്മാരെ പോലെ ദർശനാൽ അവനവൻ്റെ രൂപത്തെ തന്നെ ജഡോ ഉന്മത്ത പിശാചവത് ഉന്മത്തനെ പോലെയോ പിശാചിനെ കണ്ടാൽ പേടിപ്പിക്കുന്ന രൂപത്തിലോ അങ്ങനെയൊക്കെ കണ്ടാൽ വൈരൂപ്യം തോന്നുന്ന വിരൂപം തോന്നുന്ന തരത്തിലുള്ള ഒരു രൂപമൊക്കെ ധരിച്ച് അവരങ്ങോട്ട് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെ എല്ലാ യുധിഷ്ഠിര നിശ്ചയപ്രകാരം സഹോദരന്മാരും അങ്ങനെയൊക്കെ പുറപ്പെട്ടു പോയി. ഭഗവാന്റെ പാദപത്മങ്ങളെ സദാ നമിച്ചുകൊണ്ട് അവർ ഭഗവത് പ്രാപ്തി നേടാനായിട്ട് അങ്ങനെ ആ മഹാപ്രസ്ഥാനത്തിനായിട്ട് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഏതായാലും അവരുടെ ഭക്തിമാരായിട്ടുള്ള മറ്റുള്ള ആൾക്കാരും ഭഗവാന്റെ വിരഹം ഓരോരുത്തരായിട്ട് അവരുടെ ദ്രൗപദീം ചത് ആജ്ഞായ പദീനാമപേക്ഷത വസുദേവേ ഭഗവതി ഏകാന്തമതി ആപദം. ഭഗവാനെ തന്നെ ഏകാഗ്രമായിട്ടുള്ള ഭക്തി ഉറപ്പിച്ചുകൊണ്ട് ഭഗവാനെ തന്നെ പ്രവേശിച്ചു എന്നാണ്. അങ്ങനെ കുന്തി ദേവി അങ്ങനെയൊക്കെ ചെയ്തു. ഇനി അവരിങ്ങനെ നടന്നുകൊണ്ട് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 15-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുക. ആരാണോ യാ ശ്രദ്ധ ഏതത് ഭഗവത് പ്രിയാണാം ഭഗവാന്റെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള ഈ പാണ്ഡുപുത്രന്മാരുടെ അല്ലെങ്കിൽ പഞ്ചപാണ്ഡവന്മാരുടെ ഈ മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് വായിച്ചറിയുന്നത് കേൾക്കുന്നത് ശൃണോതി അലം സ്വസ്തി അയനം പവിത്രം അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സ് ശാന്തമാക്കിയിട്ട് ലബ്ധ്വാഹരോ ഭക്തി ഭഗവാനിൽ ഭക്തി ലഭിക്കുന്നർത്ഥം. അവർക്ക് ഉറച്ച ഭക്തി ഉണ്ടാവും. ഈ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ അർത്ഥം ഉപൈതി സിദ്ധി അവർക്ക് സിദ്ധികളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ 15-ാമത്തെ അധ്യായം ഇവിടെ സംഹരിക്കുകയാണ്. നാളെ 16-ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിൻ്റെ ദിഗ്വിജയമാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പരാജയഭരണമൊക്കെ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞ് പ്രജകളുടെ സംരക്ഷണത്തിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ പ്രാപ്തിയൊക്കെ നേടണമെന്ന് ആഗ്രഹമുള്ളവരെന്താ മക്കളെ രാജകുമാരിയൊക്കെ ഏൽപ്പിച്ച് മക്കളില്ലാത്തതുകൊണ്ട് മക്കളുടെ മക്കളെയൊക്കെ ഏൽപ്പിച്ച് എന്ത് ചെയ്തു? രാജ്യം ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ്. എല്ലാം ഉപേക്ഷിച്ചു. ധാർമ്മിക ചിന്തകളൊക്കെ സ്വന്തക്കാരെന്നുള്ള ഭാവമൊക്കെ മാറ്റി രാജചിഹ്നങ്ങളൊക്കെ മാറ്റിയിട്ട് കാട്ടിലേക്ക് പോയിട്ട് ഭഗവത് പ്രാപ്തി നേടി. നിരാഹാരോ നിർമ്മമ നിരഹങ്കാര അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെ രാജ്യഭരണം ഉപേക്ഷിച്ച് പോയ ആ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കേട്ടു. ഭഗവാനിൽ ഉറച്ച മനസ്സുള്ള ആ പാണ്ഡവന്മാരുടെ സ്ഥിതി ഇതാണ് എന്ന് പറയുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒരു ദിവസം ഇല്ലാണ്ടേ പോവും. എത്ര വലിയ ധനവാന്മാരായാലും എത്ര സൗന്ദര്യമുള്ളവരായാലും എന്തെല്ലാം കീർത്തി കേട്ടവരാണെങ്കിലും ഒരു ദിവസം എല്ലാം ഇല്ലാതെ പോകും. അപ്പോൾ ആരും ഒന്നിനും അഹങ്കാരം ഉണ്ടാവരുത് എന്നും കൂടി ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. ചിലർക്കൊക്കെ വയസ്സായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വളരെ അഹങ്കാരം ഉണ്ടാവും. എന്നെ അത് പറഞ്ഞല്ലോ, എന്നെ ഇത് പറഞ്ഞല്ലോ, ഞാൻ ഇല്ലാത്തതൊക്കെ തോന്നുകയാണ്. നമ്മൾക്ക് ആശ്രയമായിട്ട് ആരും ഇല്ല. ഈ മറ്റുള്ളവരാണ് നമ്മുടെ ആശ്രയം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കാണ് ഈ ദുഃഖങ്ങളൊക്കെ. ഏകാന്തമായിട്ട് ആ ഭഗവാനെ തന്നെ ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ എന്നും ചെറുപ്പം മുതൽ ജനിച്ചന്ന് മുതൽ മരിക്കുന്നത് വരെ സകല വസ്തുക്കൾ എന്തൊരു കാര്യത്തിനും കർമ്മങ്ങൾക്കും കാരണഭൂതനായിട്ട് വർത്തിക്കുന്നത് ആ ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആ ഭഗവാനാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ശരീരമൊന്നുമല്ല, അല്ലെങ്കിൽ ശരീരത്തിനോട് ബന്ധപ്പെട്ട ആൾക്കാരോ അല്ല, പിന്നെയോ ആ ഭഗവാന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെയുള്ള വിജയങ്ങളൊക്കെ നേടിയത്. എല്ലാ വിജയങ്ങളായാലും ദുഃഖങ്ങളായാലും എന്തൊക്കെ നേട്ടങ്ങളായാലും നഷ്ടങ്ങളായാലും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹങ്ങളായിട്ട് കരുതുക എന്ന് സാധിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എത്ര പ്രായമായാലും ആ ഭഗവത് പ്രാപ്തി നേടാനായി ഭഗവത് നാമങ്ങളെ ചൊല്ലിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുക. അന്തേ നാരായണ സ്മൃതി. അതാണ് ഒരു മനുഷ്യൻ്റെ പരോധർമ്മ. പുംസാം പരോധർമ്മ അന്തേ നാരായണ സ്മൃതി എന്നാണ്. അവസാനം നാരായണ സ്മൃതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഏത് സമയം നാരായണനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഭഗവത് പ്രാപത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കാം. അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം, നമുക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. മാത്രമല്ല ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ പരിപാടി വിജയിപ്പിക്കാൻ നിങ്ങളൊക്കെ അതിനൊരു കാരണമായിട്ട് തീരുകയാണെങ്കിൽ അത് സന്തോഷം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ യൂട്യൂബിൽ കൂടെ കുറേ ഈ കാര്യങ്ങൾ നമുക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള ആധുനിക കാലത്ത് നമുക്ക് സാധിക്കണം വെച്ചാൽ ജനങ്ങളുടെ സഹകരണം കൂടി വേണം. അപ്പോൾ താല്പര്യം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വെറുതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് വലിയ ചിലവൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മളിവിടെ
ഉപസംഹരിക്കുകയാണ്. ഓം കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭവസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.